വളാഞ്ചേരിയിൽ 3 കേസുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 4 പേർ പിടിയിൽ. വളാഞ്ചേരി പോലീസ് 3 കേസുകളിലായി 4 പേരെ അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിന്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ കേസിലാണ് ഇരുമ്പിളിയം സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് പിടികൂടുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിന്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ പ്രതി മോഷണം നടത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ആസാം സ്വദേശിയായ യുവതിയെ നാട്ടിലെത്തിച്ച് ജോലി നൽകാതെ പറ്റിച്ച സംഭവത്തിലാണ് 2 പേരെ പോലീസ് പിടികൂടുന്നത്. ആസാം സ്വദേശിയായ യാസിം ആലം, മുഹീം ഹുസൈൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ആസാം സ്വദേശിയായ സ്ത്രീയെ കേരളത്തിൽ നല്ല ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശികളായ യുവാക്കൾ പറ്റിക്കുകയായിരുന്നു. തുടർന്ന് യുവതി നാട്ടിലേക്ക് പോകാൻ തുടങ്ങവേ യുവതിയെ പിന്നീട് യുവാക്കൾ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. ഇവരുടെ അടുക്കലിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികളെ പോലീസ് പിടികൂടി. കഞ്ഞിപ്പുര കൂടശ്ശേരിയിൽ 25,000 വില മതിപ്പുള്ള 3 ചാക്ക് അടയ്ക്ക മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ വളാഞ്ചേരി പോലീസ് പിടികൂടി. കരിപ്പോൾ സ്വദേശി മുഹമ്മദ് പുളിക്കലിനെയാണ് പോലീസ് പിടികൂടിയത്. കൂടശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അടയ്ക്ക മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് പിടിയിലാകുന്നത്. 3 കേസിലെയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.